വണക്കം പുതിയ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് മൈസൂറാണ്. മൈസൂർ സൂവിലാണ്. മൈസൂർ വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ മിസ് ആക്കരുതാത്തൊരു സ്ഥലമാണ് മൈസൂർ സൂ. അത്രയ്ക്ക് കാണാനുണ്ട്, ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അപ്പൊ ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. അഡൽട്ടിന് 100 രൂപയാണ്, കുട്ടികൾക്ക് 5 to 12 50 രൂപയും, സ്റ്റിൽ ക്യാമറ 100 രൂപ, വീഡിയോ ക്യാമറ 200 രൂപയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. അബ്ദുൽ സ്റ്റോളർ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇനി മൈസൂർ സൂവിന്റെ അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ അതിന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ സ്റ്റേ ട്യൂൺ. നമ്മള് വണ്ടി എവിടെ ഇട്ടു? പുറത്തിട്ടു അല്ലേ? അതെ, അത് പറഞ്ഞത് അവിടെ നമ്മൾ പാർക്കിങ്ങിനാണ്. പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് വണ്ടി നമ്മൾ പുറത്താണ് ഇട്ടത്. സേഫ് ആയിട്ട് പുറത്തിട്ടു. അപ്പൊ നമ്മൾ ആ സൂവിലോട്ട് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളങ്ങനെ സൂവിലോട്ട് എൻട്രി ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം സൂവിൽ വന്നാൽ, അത് ഏത് സൂവിൽ വന്നാലും നമ്മൾ ആദ്യം വേണ്ട ആ സൂവിന്റെ മാപ്പ് അവിടെ ഉണ്ട്. ആ മാപ്പ് പോയി നോക്കുക എന്നുള്ളതാണ്. അപ്പൊ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പോകാന്നുള്ളത് പ്ലാൻ ചെയ്യണം. കാരണം ഇത്രയും വലിയ സൂ ആണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അതാ ഇവിടെ മാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയി മാപ്പ് നോക്കാം. എന്താ സൂവിന്റെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് മൈസൂർ സൂ എന്ന് പറയുന്നത്. ഇതാണ് സൂവിന്റെ ഒരു മാപ്പ്. നമ്മളിപ്പോ എൻട്രൻസ് അവിടെ നിൽക്കുന്നു. അപ്പൊ നമുക്കിങ്ങനെ ബേർഡ്സ് കണ്ട്, ലയൺ കണ്ട്, ഗോറില എല്ലാം കണ്ട് ഇങ്ങനെ കറങ്ങി മേളിൽ പോയി കറങ്ങി ഇങ്ങനെ തിരിച്ചു വരാം. ഇതൊരു 3 to 4 hours എടുക്കുമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് കാണാനുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന എല്ലാം ബേർഡ് സെക്ഷൻ ആണ്. ഇത് ബേർഡിന്റെ സെക്ഷൻ ആണ്. ബാങ്ക്ലി സ്പീച്ച്, പിന്നെ ഇന്ത്യൻ പീ ഫൗണ്. അപ്പൊ ഈ 2 പേജിലും കംപ്ലീറ്റ് ബേർഡ്സിന്റെ പേജാണ്. ഒരുപാട് ബേർഡ്സ് വരുന്നുണ്ട്. അവിടെ പീകോക്ക് ഉണ്ട്, അവിടെ ഒരുപാട് തരം ബേർഡ്സ് ഉണ്ട്. അപ്പം ഞാനും അധികമൊക്കെ എക്സൈറ്റഡ്. ഈ ഒരു സൂവില് ഗൊറില്ല, ജിറാഫ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഗൊറില്ലയൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിവിടെ കണ്ടോ, ബദ്ഗീർഗ ലവ് ബേർഡ്സ്. അവിടെ ഹോൺബില്ലുണ്ട്. ഹോൺബിൽ കൈൻഡ് ഓഫ് റയർ ആണ്. ഹോൺബിൽ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഹോൺബിൽ എന്ന് കാണാം. ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ആണ്. ഹോൺബിലിന്റെ കൂടാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുകയാണ്. ഒരെണ്ണേ ഉള്ളൂ. ഇന്നാണ് ആവശ്യം. ഒന്നേ ഉള്ളൂ. ഒന്നേ കണ്ടുപോയി. അപ്പൊ ഒന്നുണ്ട്. ഈ ഒരു കേജിൽ സാറസ് ക്രെയിൻ എന്ന് പറഞ്ഞ ഒരു ബേർഡാണ് കേട്ടോ. തൊട്ട് പോലത്തെ വലിയൊരു ബേർഡാണ് സാറസ് ക്രെയിൻ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ എല്ലാ പേജിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പേജിൽ നമ്മുടെ വൈറ്റ് പീഫോൾ ഉണ്ട്, വൈറ്റ് പീകോക്ക് ഉണ്ട്, വെള്ളമയിൽ. വെള്ള മയിലുണ്ട്. അതിനകത്ത് നിൽക്കുകയാണ്, കാണാൻ പറ്റില്ല. ചെടിയൊക്കെ നിൽക്കുന്നുണ്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ അകത്ത് നിൽക്കുന്നുണ്ട് വെള്ളമയിൽ. നോക്കാണ് വെള്ളമയിൽ. നോക്ക്, അവിടെ ഇരിക്കുന്നത് അതാണ് വെള്ളമയിലാട്ടെ. ഇവിടെ ഒരു കേജിൽ ടഫ്റ്റ് കാപ്പിച്ചിൻ എന്നാണ് പറയുന്നത്. മങ്കി പോലെ ഇരിക്കുന്നതാണ്. എന്തോ അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടെന്നാണ്. പിന്നെ അവിടെ ഒരെണ്ണം നടക്കുന്നുണ്ട്. മങ്കി പോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ സൂവിനകത്ത് എല്ലായിടും വാഷ്റൂംസ്, പിന്നെ ചൈൽഡ് കെയർ റൂം, ഫീഡിങ് റൂം, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് എന്തിന്റെ കീഴാണ്? ഈ ലെപ്പാർഡിന്റെ കീഴാണ്. എവിടെ നോക്കട്ടെ, ഇത് അങ്ങ് അവിടെ 2 വലിയ ലെപ്പാർഡാട്ടോ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ആ ഒരു സ്റ്റേജിന്റെ അവിടെ ഒരു ജനാലയാണ്. അവിടെ നിന്ന് 2 നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വെയിലായതുകൊണ്ട് തണല കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. ഈ കേജിലൊരു ടൈഗർ കിടക്കുന്നു. അങ്ങ് അവിടെ കിടക്കുവാണ് ടൈഗർ അവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം അപ്പുറത്ത് വിശ്രമിക്കുന്നുണ്ട്. അപ്പം ടൈഗറിന്റെ സെക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഒരു ഇതും ടൈഗറിന്റെ തന്നെ കൂടാണ്. ഇതൊരു വെയിലാണ്ട് എല്ലാം തണലത്ത് കിടക്കായിരിക്കണം. മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്തേതാ? നമ്മള് ലയൺ. അടുത്തത് ലയോൺ ആയിരിക്കും. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലയനാണ്, ഏഷ്യാറ്റിക് ലയൺ. ഈ ലയന്റെ കീഴാണ്. അപ്പൊ ലെപ്പേർഡ് ടൈഗർ. ഏഷ്യാറ്റിക് ലയൺ നമുക്ക് അടിപൊളിയായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ഏഷ്യാറ്റിക് ലയൺ കാണാം. ഏഷ്യാറ്റിക് ലയണിനെ കാണാൻ അത്യാവശ്യം തിരക്കുണ്ട്. അതേ ആ കല്ലിന്റെ പുറത്ത് കിടക്കാണ് കേട്ടോ ലയൺ. ഇതേ കിടക്കുന്നതാണ്.
കല്ലിന്റെ പുറത്ത് കിടപ്പുണ്ട്. അവിടെ കിടക്കുവാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൈസുള്ള നല്ല ലൈൻ. പിന്നെ അപ്പുറത്തെ കേജിലും ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ അടുത്ത സെക്ഷനിൽ നമ്മള് കോമൺ ലങ്കൂർ, പിന്നെ റിംഗ് ടൈൽ ലെമൂർ 8 ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടാക്കണം. ഇത്രയും കെയർടേക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഞാൻ കണ്ടത് മനസ്സിലാക്കിയത് നമ്മളിപ്പോ കണ്ട എല്ലാ കേജിലും ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ നോക്കട്ടെ, ഇവിടെ എന്താ ലീമർ. ഇത് ലീമറിന്റെ കേജ് ആണ്. ഇവിടെ ലീമർ അത് ചോദിച്ചോടി വരെ എല്ലാവരും വെയിലല്ലാതെ തണലത്തിരിക്കും. അവിടെ ഇരിപ്പുണ്ട് ലീമർ. ആ ഒരു ഇതിനകത്ത് ഒരെണ്ണം അപ്പുറത്ത് കോർണറിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ തീറ്റില്ല. പിന്നെ അതിന് ഫുഡ് ആയതിന്റെ ഒരു കുറച്ച് തീറ്റി. അപ്പൊ നമ്മൾ അടുത്ത കാണാവുന്ന ലയൺ ടൈലിന്റെ മാക്കോ, ഹെമിട്രിയസ് ബാബൂൺ, ചിമ്പാൻസി, ഗൊറില്ല. ഇത് കാണാനായിട്ടാണ് ഞാൻ വന്നേട്ടോ. ഇവിടെ അപ്പോ അടുത്ത സെക്ഷൻ മങ്കീസിന്റെ സെക്ഷനാണ്. മരത്തിന് ഇതാണ് നമ്മുടെ ലയൺ ടൈലിന്റെ മാക്കോ. ലയൺ ടൈൽ സിംഹവാലം കുരങ്ങനാട്ടോ. ഇതേ ഇരിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് സിംഹവാലം കുരങ്ങൻ. നമ്മൾ അടുത്ത് വന്ന ഗൊറില്ലയുടെ കൂട്ടിലാണ്. അപ്പൊ ഒരു ഗൊറില്ല അവിടെ തലവത്തനെ കിടക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തോ ഇതിന്റെ അടിയിൽ കിടപ്പുണ്ട്. അവിടെ കിടക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിലേ ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതേപോലെ കുരങ്ങന്റെ അടിയിൽ ഹോളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പോലെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ഗോർക്കനാണ് ഇതോ ഇരിക്കുന്ന കേട്ടോ. ഗോർല അടിപൊളി, നല്ല ഒരു ജൈന്റ് ഗോർല. അപ്പൊ ഗൊറില്ല കണ്ടിട്ട് അടുത്ത കേജിൽ വന്നപ്പോ ബബൂണാണ്. ഇവിടെ താഴെ ഒരു ബബൂൺ ഇരിപ്പുണ്ട്, മേളം 2 എണ്ണം ഇരിപ്പുണ്ട്. താഴെ പറഞ്ഞിട്ട് എന്തേ കഴിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗൊറില്ല എൻക്ലോഷർ, ഗൊറില്ലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആനിമൽ. അപ്പൊ ഈ ഗൊറില്ല എൻക്ലോഷർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇൻഫോസിസ് ഫൗണ്ടേഷൻ ആണ്. ഗൊറില്ലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ മൈസൂർ സൂവില്. അപ്പോൾ ഈ ഗൊറില്ല ഇവിടെ ഈ ഒരു എൻക്ലോഷർ ചെയ്ത് കൊടുത്തേക്കുന്നത് ഇൻഫോസിസ് ആണ് കേട്ടോ. അത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ഗ്രേ വോൾഫ്, സീബ്ര, ആഫ്രിക്കൻ ഹണ്ടിങ് ചീറ്റ, പാൻഡി സഡക്. പാൻഡി സഡക് എന്ന് പറയുന്നത് ഒരു വഴി പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടെ റൈനോ ഉണ്ട്. ട്രൈബൽ റിപ്പോർട്ടിലെ റൈനോ ഉണ്ട്. നമുക്ക് റൈനോ കാണാം. 2 റൈനോസ് ആയിട്ടുണ്ട്. ഇത് റൈനോ ആണ്, സദേൺ വൈറ്റ് റൈനോസറസ്. ഇപ്പോൾ റൈനോസ് ആയിട്ട് 2 റൈനോസ് ഉണ്ട്. ഹോണുള്ള കൊമ്പുള്ള റൈനാണ്. നല്ല മുപ്പത്. അത് ഈ ഒരു കേജില് ചീറ്റയാണ്. ആ തണലത്തെ ഷെഡിന്റെ താഴെ ഇങ്ങനെ വെച്ച് കിടക്കുകയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കൻ ഹണ്ടർ ചീറ്റ. അടുത്ത സെക്ഷൻ ഒറാങ്ങുട്ടനുണ്ട്. പിന്നെ ചൈൽഡ് കെയർ റൂം ഉണ്ട്, ആറോ വാട്ടർ, ടോയ്ലറ്റ്, റെസ്റ്റോറന്റ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് കാണാവുന്നത് സീബ്ര ആണ്. അത് സീബ്ര പേര് ഇതിനകത്ത് നിന്ന് കാണാം. ഇത് സീബ്രയുടെ കേജാണ്. ഇവിടെ കുറെ സീബ്രാസ് ഇപ്പൊ ഉണ്ട് കേട്ടോ. ഈ കേജിലുള്ളത് ഒറാങ്ങുട്ടനാണ് കേട്ടോ. ആ ഒരു കൂട്ടിനകത്ത് ഇരിക്കുന്ന ഒറാങ്ങുട്ടൻ. ആ ഒരു ഷെഡ് പോലെ വെയിലായോണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട് ഒറാങ്ങുട്ടൻ. അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈനയാണ്. സ്ലോത്ത് ബിയർ, ഹൈന, വൈൽഡ് ഡോഗ്, ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ഇത്രയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഇവിടെ സ്ലോത്ത് ബെയർ ആണ്. ബാബാ സ്ലോത്ത് ബെയർ ഇവിടെ കാണിച്ച ഓ അടിപൊളി സ്ലോത്ത് ബെയർ. ആ കൂട്ടിനകത്ത് സ്ലോത്ത് ബെയർ ഉണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ಅಲ್ಲಲ್ಲ ಅಜ್ಜೋಲಿ ನೋಡಿ ಕಟ್ಟಿಂಗ್ ಮಾಡೋದು. സോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഗ്രേ വൂൾഫ് ആണ്. ചെന്നായ വൂൾഫ്. നോക്കട്ടെ.
എവിടെയാ ഇന്ത്യയോ എവിടെയോ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് എന്റെ കൂട്. എവിടെ ഇരിക്കുമെന്ന് പറയുന്നത്, എവിടെയോ ഇരിപ്പുണ്ട്. ഇത് ഹൈനാണ കേജ് ആണ്. അവിടെ ഒരു ഹൈനുണ്ട്, വൈറ്റ് ഹൈന അല്ലേ, വൈറ്റ് കളർ അല്ലേ ഹൈന. ഒരെണ്ണേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ, വലിയ കണ്ടില്ല, ചിലപ്പോൾ കേജിനകത്തായിരിക്കും. ഹൈനാണ് ഹൈന ഹൈന ഞാൻ ഊൾഫതാൻ പറയുന്നത്. ഹൈന ഹൈന ഇതൊരു ജലതരംഗിണി എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് വാട്ടർ ഫൗണ്ടൈൻ ആണ്. അവിടെ ജസ്റ്റ് കാണിച്ചു കേട്ടോ, ജലതരംഗിണി ഒരു വാട്ടർ ഫൗണ്ടൈൻ മാത്രമാണ്. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സ്പോട്ടഡ് ഡിയർ ഉണ്ട്, ബ്ലാക്ക് ബക്ക്, പിന്നെ സ്വാമ്പ് ഡിയർ, ഹോക്ക് ഡിയർ, ബാർക്കിംഗ് ഡിയർ, സ്ലോത്ത് ബെയർ, ഹൈന. ഇത്രയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സ്ട്രിക്ട് ഹൈനയാണ്, ഇത് തന്നെയാണ്. ഇതുവഴി പോയാൽ നമുക്ക് അതിനെ വീടുണ്ടായി. ഈ ഒരു കൂട്ടില് കംപ്ലീറ്റ് മാനാണ്. നല്ല രസമുണ്ട്. ആ മാനിന്റെ കൊമ്പ് നല്ല വെൽവെറ്റ് പോകുന്നുണ്ട്. നമ്മൾ അടുത്ത പോകുന്ന സെക്ഷൻ ഏഷ്യാറ്റിക് എലിഫന്റ്, ആഫ്രിക്കൻ എലിഫന്റ്, ജാക്കലൊക്കെയാണ്. ഈ കേജെല്ലാം ഡിയർ ആണ്. കേജെല്ലാം ഡിയറിന്റെ കേജാണ്. 3 ഡിയേഴ്സ് അകത്ത് കിടപ്പുണ്ട്. നമുക്കിനി ഏഷ്യാറ്റിക് എലിഫന്റും നമ്മുടെ ആഫ്രിക്കൻ എലിഫന്റൊക്കെ നമുക്ക് കാണാം. ഈ കേജില് ഏഷ്യൻ എലിഫന്റ് ആണ്. 3 എലിഫന്റ്സ് ഉണ്ട്. ഈ കേജിലുള്ളത് ആഫ്രിക്കൻ എലിഫന്റ് ആണ്. 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ആഫ്രിക്കൻ എലിഫന്റ് പിന്നെ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് വാട്ടർ ഉണ്ട്. ഏഷ്യാറ്റിക് ബ്ലാക്ക് ബെയർ, റൈസസ് മങ്കി, ചിമ്പാൻസി, മീരക്കട്ട്, നക്ഷണൽ ആനിമൽ ഹൗസ്, മിൽക്കായി. ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. ഈ ഒരു കേജിൽ കാണുന്നത് നീൽഗായ് എന്ന് പറഞ്ഞൊരു ആനിമൽ ആണ് കേട്ടോ. ഒരുപാടുണ്ട്. മാൻ പോലെ തന്നെ ഉള്ളൊരു ആനിമൽ ആണ് നീൽഗായ്. ഇത് ചിമ്പാൻസിയുടെ കേജ് ആണ്. അവിടെ 2 ചിമ്പാൻസി ആ ഒരു ഷെഡിനകത്തിരിപ്പുണ്ട്. ഇതെല്ലാം നക്ഷണൽ ആനിമൽസിന്റെ കേജ് ആണ്. ഇവിടെ ഉള്ളത് സ്മോൾ ഇന്ത്യൻ സിവറ്റ്, നമ്മുടെ മരപ്പട്ടിയാണ്. മരപ്പട്ടിയുടെ നാട്ടിലിരിക്കേണ്ട സിവറ്റ്. അടുത്തുള്ളത് ഇവിടെ കേജിലുള്ളത് ജംപി ക്യാറ്റ് ആണ്. മരത്തിന്റെ മേലുണ്ട് ജംപി ക്യാറ്റ്. മരത്തിന്റെ മേലെ ജംപി ക്യാറ്റ്. ഇവിടെ ഉള്ളത് ഇവിടെ ലെപ്പേർഡ് ക്യാറ്റ് ആണ്. ലെപ്പേർഡ് ക്യാറ്റ് ആ ഒരു ശിബിരത്തിന്റെ മേളിലിരിക്കുന്നുണ്ട്. ലെപ്പേർഡ് ക്യാറ്റ് കണ്ടോ? ലെപ്പേർഡ് ക്യാറ്റ് ഉണ്ടോ? കോർണറിൽ മേൽ ഓക്യുപൈൻ, മുള്ളമല്ലി എവിടെയുള്ളത് ഓക്യുപൈൻ. ഇന്ത്യൻ ക്രസ്റ്റൽ പോർക്കുപൈനാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നെക്ടേണൽ ആനിമൽസ് ആണ്. അപ്പം അതെല്ലാം സെപ്പറേറ്റ് ഒരു കേജിനകത്താണ് അവർ ഇട്ടേക്കുന്നത്. സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആണ്. ഈ ഒരു കേജിനകത്തുള്ളത് മീരക്കെട്ടാണ്. 2 മീരക്കെട്ടുണ്ട് കേട്ടോ ഈ കേജിനകത്ത്. കാര്യമായി എന്തോ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തടിയുടെ ഇടയിലൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പൊ ഇത് എക്സിറ്റ് പോകുന്ന മതിയാട്ടോ. അപ്പൊ ഇത് സൂവിനകത്തുള്ളൊരു ഫുഡ് കോർട്ടാണ്. സോണിയ ഷോപ്പൊക്കെ ഉണ്ട്. ഫുഡ് കിട്ടാൻ പിന്നെ ഐസ്ക്രീം, കോൺ, അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നത്. നമ്മുടെ മ്യൂസിയം സൂവിനകത്തുള്ള തന്നെയാണ്. ഒരുപാട് ആളുണ്ട്. ഇത്രയും നടന്ന് ക്ഷണിച്ച് വെള്ളം കുടിക്കാനൊക്കെ ഈ ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് എക്സിറ്റിന്റെ അവിടെയാണ്. ഈ കേജിലുള്ള റൈനോസറസ് ആണ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നു ജിറാഫ്. ഈ കേജിലുള്ളത് ജാഗൂർ ആണ്. അതും ബ്ലാക്ക് ജാഗൂർ ആണ്. അത് അങ്ങ് കിടക്കാണ് ബ്ലാക്ക് ജാഗൂർ. അടിപൊളി കേട്ടോ.
ബ്ലാക്ക് ജാഗർ ഭയങ്കര റയറല്ലേ. അപ്പൊ നമ്മളിവിടെ ഒരു ജാഗ്വറിന്റെ അപ്പുറത്ത് കണ്ടത് ബ്ലാക്ക് പാന്തർ ആണ്. ബ്ലാക്ക് ജാഗർ അല്ല, നോർമൽ ജാഗറും ഉണ്ട്. പക്ഷെ അപ്പുറത്ത് നമ്മൾ കണ്ടത് ബ്ലാക്ക് പാന്തർ ആണ് കേട്ടോ. നമ്മുടെ ഈ കബനിയിലൊക്കെ ഉള്ള ബ്ലാക്ക് പാന്തർ ആണ്. അപ്പൊ ഇനി നമ്മൾ ജിറാഫിനെ കണ്ടിട്ട് നേരെ എക്സിറ്റിലോട്ട് പോവാണ്. ഇത് ക്രോക്കഡൈലിന്റെ കേജ് ആണ്. ആ ഒരു ഭീമാകാരൻ ക്രോക്കഡൈൽ താഴെ കിടപ്പുണ്ട്. ഇവിടെ താഴെ വെള്ളത്തിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. നൈൽ ക്രോക്കഡൈലാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ഒരു ഭീമൻ ക്രോക്കഡൈൽ കിടക്കുന്നു. അപ്പൊ അടുത്ത് നമ്മൾ കയറാൻ പോകുന്ന ചെറിയൊരു ബേർഡ് ഏവിയറിയിലോട്ടാണ്. ഇതൊരു ഓപ്പൺ ഏവിയറി ആണ് കേട്ടോ. അവിടെ ഫുൾ ബേർഡ്സ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് പെലിക്കനൊക്കെ അല്ലേ? എന്താ ഇവിടെ നോക്കിയ വലിയ വലിയ പെലിക്കൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഏവിയറിയാണ് നമ്മുടെ ഈ ഒരു മൈസൂർ സൂവിന്. അപ്പൊ സൂവിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ജിറാഫിനാണ്. അപ്പൊ ഇത് ജിറാഫിന്റെ സെക്ഷൻ ആണല്ലോ. അവിടെയൊക്കെ ജിറാഫ് നിൽപ്പുണ്ട്. നല്ല വലിപ്പമുള്ള ജിറാഫാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് മൈസൂർ സൂ എല്ലാം കണ്ട് പുറത്തിറങ്ങി. ഒരു 2-3 hours എന്തായാലും വേണം. അടിപൊളി രസമാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഇറ്റ്സ് റിയലി വർത്ത് ഫോർ മണി. ഒരുപാട് കാണാനുണ്ട്. കുട്ടികൾക്കും വന്നാലും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ മൈസൂർ വരുവാണെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ മൈസൂർ കേട്ടോ. അതായത് നമ്മുടെ മൈസൂർ സൂ. അപ്പോൾ ഞങ്ങളുടെ ഈ മൈസൂർ സൂവിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. If you not subscribe channel, please do subscribe and hit the bell icon to notification for next video. This is Trav Cup. Bye.